കൂട്ടുകാരെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ജാതിക്കയാണ്, ജാതിക്കയുടെ തൊണ്ടാണ്. അപ്പം ഞാനത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ. ജാതിക്ക നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പം ഞാനിത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് ചെറിയ പീസസായിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുവാണേ. ഇത് നമ്മൾക്ക് ഇതിൻ്റെ തൊണ്ട് വെച്ചിട്ട് സമ്മന്തി ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ എടുക്കുമ്പം ഇത് കൊടുക്കാനായിട്ട് നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പം അതിലൊരു പീസ് ചെറിയൊരു കഷ്ണം ഇട്ട് വെള്ളം തിളപ്പിച്ചാലും അത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഗ്യാസ് അങ്ങനെ സംബന്ധമായിട്ടുള്ള പ്രയാസമൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാനിത് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലിട്ടൊന്ന് കുറച്ചൊരു എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് തന്നെ അത് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഞാൻ നല്ലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നല്ലെണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാമേ. ആ കടുകിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം. അതൊന്നിട്ട് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ വിഷം ഒന്നും അടിക്കാത്ത കറിവേപ്പിലയാണെങ്കിൽ എത്ര വേണേലും ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയൊക്കെയും ഒരു പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉലുവാപ്പൊടിയുടെ ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ജാതിക്ക അങ്ങോട്ടിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.